അഴിമതി കേസിൽ കെജ്രിവാൾ അറസ്റ്റിലായപ്പോൾ ഏറ്റവും അധികം ചങ്ക് പിടയ്ക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് മുൻ ചീഫ് വിപ്പ് പി.സി. ജോർജ്. പിണറായി കട്ടുമുടിച്ചതിന്റെ തെളിവുകൾ ഹൈക്കോടതിയുടെ മുന്നിലെത്തിയിട്ടുണ്ട്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. പിണറായിയും മകളും വൈകാതെ കെജ്രിവാളിന് പിന്നാലെ ജയിലിൽ കിടക്കേണ്ടി വരും. അതിൽ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കുമ്പോൾ ഓർക്കണമായിരുന്നു. മോഷ്ടിച്ചും ഗുണ്ടായിസം കാട്ടിയും കേരളത്തെ നശിപ്പിക്കുന്നതിനെതിരെയുള്ള വിധിയെഴുത്താവണം തിരഞ്ഞെടുപ്പ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മണിപ്പൂർ സംഘർഷം പരിഹരിക്കുന്നതിൽ ഏറെ പങ്കുവഹിച്ചു. പ്രശ്നം പരിഹരിക്കുന്നതിൽ ഒരു ഭരണാധികാരിയും മുതിരാത്ത നടപടികളാണ് അദ്ദേഹം കൈക്കൊണ്ടത്. മണിപ്പൂരിൽ ഗോത്രവർഗ വിഭാഗമായ കുക്കി ക്രിസ്ത്യാനികളും മെയ്തേ ക്രിസ്ത്യാനികളും തമ്മിലാണ് സംഘർഷമുണ്ടായത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ചില ഭീകരവാദികൾ മണിപ്പൂരിൽ കടന്നുണ്ടാക്കുന്ന പ്രശ്നമാണ് നിലവിലുള്ളത്. മണിപ്പൂരിലെ തദ്ദേശീയ പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹമാസിനു വേണ്ടിയും പൗരത്വ നിയമത്തിനെതിരെയും പ്രതിഷേധിക്കുന്നവർ പൂഞ്ഞാറിലെ അച്ഛനെ വണ്ടിയിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ മിണ്ടിയിട്ടില്ല. ക്രിസ്ത്യാനിക്ക് കൊള്ളുന്നതിൽ ഇടതിലും വലതിനും ഒരു പ്രശ്നവുമില്ല. ഹമാസിന് അനുകൂലമായും പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയും ഇടത് വലത് മുന്നണികൾ കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രതിഷേധങ്ങൾ മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ്. മുസ്ലിം സമൂഹം ഇവരെ തിരിച്ചറിയണം. ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹം ഉൾപ്പെടെ മുഴുവൻ സമൂഹത്തോടും തനിക്ക് പറയാനുള്ളത് ഏകരക്ഷ മോദിയാണെന്നും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഭാരതം നിറഞ്ഞു നിൽക്കാൻ നരേന്ദ്രമോദിക്കും മോദിയെ പിന്തുണയ്ക്കുന്നവർക്കും വോട്ട് ചെയ്യണമെന്നും പി.സി. ജോർജ് വ്യക്തമാക്കി. നിലവിൽ മദ്യനയ അഴിമതി കേസിൽ കസ്റ്റഡിയിലുള്ള അരവിന്ദ് കെജ്രിവാളിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. മദ്യനയ രൂപീകരണത്തിലും കോഴയിടപാടിലും കെജ്രിവാളിന് നിർണായക പങ്കുണ്ടെന്ന് ഇ.ഡി. ആരോപിച്ചിരുന്നു. അതിനിടെ കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ല. ജയിലിൽ കിടന്ന് ഭരണം തുടരുമെന്നാണ് ആം ആദ്മിയുടെ വിശദീകരണം. പാർട്ടി കൺവീനർ സ്ഥാനത്തും തുടരും. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ തീരുമാനവും നിർണായകമാകും. അന്വേഷണത്തിൽ നിർണായക വിവരങ്ങൾ ലഭിക്കാൻ കെജ്രിവാളിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് ഇ.ഡി. കോടതിയെ അറിയിച്ചിരുന്നു. കേസിൽ നേരത്തെ അറസ്റ്റിലായ ബി.ആർ.എസ്. നേതാവ് കവിതയെയും കെജ്രിവാളിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതും അന്വേഷണത്തിന് ഗുണകരമാണെന്ന നിലപാടിലാണ് ഇ.ഡി. ഇത് കോടതിയും അംഗീകരിച്ചു. ഇതോടെ കെജ്രിവാളിനും ആം ആദ്മിക്കും ക്ഷീണമാണ്. കെജ്രിവാളിന് വേണ്ടി അഭിഭാഷകർ ഉയർത്തിയ വാദങ്ങൾ വിചാരണ കോടതി തള്ളുകയായിരുന്നു.